കീരമ്പാറയിൽ ഹരിതകർമ്മസേനാംഗമായ സ്ത്രീക്ക് നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ യുവാവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഇയാളെ പോലീസ് പിടികൂടി. കീരമ്പാറ പഞ്ചായത്ത് 13-ാം വാർഡ് നെടുമ്പാറ പ്രദേശത്താണ് ഹരിതകർമ്മസേനാംഗമായ സ്ത്രീക്ക് നേരെ ആക്രമണമുണ്ടായത്. ക്രൂരമായ മർദ്ദനത്തിൽ പരിക്കേറ്റ ഹരിതകർമ്മസേനാംഗം സജിന ഗോവിന്ദനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ നെടുമ്പാറ ചാത്തുരുത്തി വീട്ടിൽ ജോമി എന്ന യുവാവിനെ പോലീസ് പിടികൂടി. വെള്ളിയാഴ്ച പകൽ 11 മണിയോടെയാണ് സംഭവം. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിന്റെ ഫീസ് ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ക്രൂരമായ മർദ്ദനം. ഞാൻ കീരമ്പാറ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. ഞാൻ ചെങ്കരയും ഒരു പ്ലാസ്റ്റിക് എടുത്തു ചേർന്ന് നെടുമ്പാറ വീട്ടിൽ ചെന്നപ്പോൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിലെ ചെറുക്കനെ തെരു പറഞ്ഞു. കളക്ഷൻ എൻ്റെ അമ്മോട് കളക്ഷൻ ചോദിക്കണം എന്താണെന്ന് ചോദിച്ചിട്ടാണ് തെരു പറഞ്ഞു. തെരുന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ള തെരു പറയും. എന്നെ കയറ്റി പിടിഞ്ഞ് തള്ളി റോഡിലേക്ക് വീട് ഞങ്ങളുടെ ചാകൊക്കെ വെച്ച് കൊള്ള കളഞ്ഞ റോട്ടിൽ പ്ലാസ്റ്റിക് എറിഞ്ഞ് വഴിയൊക്കെ ചെയ്ത്. അതിനപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ മെമ്പറെ വിളിച്ചപ്പോൾ അവരെ വിളിച്ച് നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള തെരുവ പറഞ്ഞു. എന്നാൽ കയറ്റി പിടിക്കേണ്ടി ഞാൻ റോഡിലേക്ക് വീണപ്പോൾ അവനെൻ്റെ കോട്ടിൻ്റെ പുറകിൽ പിടിച്ച് തെരു പറഞ്ഞു. ഞങ്ങൾ അടുത്തൊരു വീടിൻ്റെ ഗേറ്റിലേക്ക് ചെന്നു. അവൻ അവിടെ ഒന്ന് തെരു പറഞ്ഞിട്ടാണ് ചാക്ക കൊളിച്ച് വരുന്നുള്ളത്. മെമ്പർമാരെയും പ്രസിഡന്റിനെ കളിച്ച് കേൾക്കാൻ കൊള്ളാത്തൊരു തെരിയ പറഞ്ഞു. നമ്മളോട് പെണ്ണിനോട് പറഞ്ഞ രീതിയിലുള്ള ഭാഷയല്ല അവൻ സംസാരിച്ചത്. അവൻ്റെ അമ്മ പറഞ്ഞു പൊക്കോ അവന് പറ്റാണ്, അതുകൊണ്ട് പൊക്കോന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവരുടെ അമ്മ പറഞ്ഞത് അതൊരു വിരോധി ആക്കി പറഞ്ഞു. കേസും കൊടുക്കില്ല, ഞാൻ കാര്യം പിടിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു പെണ്ണോട് പറഞ്ഞ രീതിയിലുള്ള സംസാരമല്ല അവൻ സംസാരിച്ചത്. കേൾക്കാൻ കൊള്ളാതെ അത് നടു റോട്ടിൽ വെച്ച് ഇത്രയ്ക്കും മോശം രീതിയിലുള്ള സംസാരം അവൻ സംസാരിച്ചത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജിനയെ കീരമ്പാറ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. പ്രതിക്കെതിരെ പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് ആവശ്യപ്പെട്ടു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു വീട്ടിൽ ചാത്തുരുത്തിയിൽ ജോമി എന്ന ആളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഹരിതകർമ്മ സേന അംഗത്തെ ആക്രമിച്ച് റോഡിൽ തള്ളിയിടുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ അറിഞ്ഞ ഉടനെ പഞ്ചായത്ത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരടക്കമുള്ള ഞങ്ങളവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ ജനപ്രതിനിധികളെ അടക്കം അസഭ്യം പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ പോകുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ഈ ഒറ്റപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ഉപദ്രവിച്ച് ആക്രമിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രവർത്തനം വളരെ ഭംഗമുണ്ടാക്കുന്ന രീതിയിലാണ് ഇയാളുടെ ഇന്നത്തെ പ്രവർത്തനം നടന്നത്. അതിനാൽ അടിയന്തരമായി ഈ അക്രമിയെ പോലീസിൽ അറിയിക്കുകയും പോലീസ് കസ്റ്റഡിയിലെടുത്ത കോതമംഗലം സ്റ്റേഷനുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തിന് അതിശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കില്ലെന്നും പ്രതിക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാകണമെന്നും ഭരണസമിതി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മാമച്ചൻ ജോസഫും ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയ്ക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണം വളരെ സീരിയസ് ആയിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി നോക്കിക്കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം എല്ലാ വീടുകളിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ എല്ലാ മാസവും ശേഖരിക്കുന്നതാണ്. ഏതാണ്ട് 26ഓളം സ്റ്റാഫുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിവിധ വീടുകളിലേക്ക് പോകുന്നുണ്ട്. അവർ ചെന്നപ്പോൾ അവരെ അസഭ്യം പറയുകയും അവരുടെ കൊണ്ടുവന്ന് ചാക്ക് വലിച്ചു കീറുകയും അതുപോലെ തന്നെ വനിതകളുടെ കഴുത്തെ പിടിച്ച് ഞെക്കുകയും അവരെ തള്ളിയിട്ട് ചവിട്ടുന്നവരുടെ അനുഭവം ഉണ്ടായി. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഇത് വെറുതെ നോക്കി കാണില്ല. ശക്തമായ നടപടി വ്യക്തിക്കെതിരെ ഉണ്ടാവും. അദ്ദേഹത്തിന് അത് കേസ് കൊടുക്കുകയും ചാർജ് ചെയ്യുകയും അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് നീങ്ങുമെന്നത് അത് സംശയമില്ല. കാരണം നമുക്ക് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.